ആ ജേണി വളരെ സ്മൂത്ത് ആയിരുന്നോ, യുവർ ലൈഫ് ജേണി? അബ്സൊല്യൂട്ട്ലി നോ. ഇത് എൻ്റെ മാത്രമല്ലായിരിക്കും, മറ്റ് എല്ലാ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെയും മോസ്റ്റ്ലി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അന്ന് നമുക്ക് സപ്പോർട്ട് സിസ്റ്റംസ് വളരെ കുറവാണ്. വളരെ ലിമിറ്റഡ് നമ്പർ ഓഫ് റിസോഴ്സസ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുണ്ടാകും. നമുക്കറിയില്ല എന്തൊക്കെയാണ്, എവിടെയൊക്കെ റിസോഴ്സസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നമ്മളിത് പഠിച്ചു വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ജൂനിയേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് നമുക്കത് പാസ് ത്രൂ ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? ഞാൻ വരുന്ന സമയത്ത് സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ, ഇപ്പോൾ നമ്മുടെ സിൻ നമ്പർ ഉണ്ടല്ലോ, അത് അന്ന് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞേ കിട്ടത്തുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നത് വന്ന ഉടനെ ആണെങ്കിൽ ഉടനെ തന്നെ കിട്ടും. അന്ന് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ സെമസ്റ്ററിൻ്റെ നമ്മുടെ പെർഫോമൻസ്, നമ്മൾ എങ്ങനെ ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നു, അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ GPA ബേസ് ചെയ്തിട്ടൊക്കെയാണ് അന്ന് നമുക്ക് സോഷ്യൽ ഇൻഷുറൻസ് നമ്പറിലേക്ക് പോകാൻ പറ്റും. സോ ബേസിക്കലി ദ ഫോക്കസ് വാസ് ടു സ്റ്റഡി. ആദ്യത്തെ ഒരു കനേഡിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമുക്കത് സഹായിച്ചു. കാരണം വർക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്ക് ആകെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പഠനമാണല്ലോ. അപ്പോൾ